ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കും ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഉത്കണ്ഠകളെയും വേദനകളെയും അവിശ്വാസത്തെയും അനിശ്ചിതത്വങ്ങളെയും സമർപ്പിക്കാം. നിങ്ങളുടെ തകർച്ചയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ നടുക്കുന്ന നിശബ്ദതയെ കർത്താവിന് സമർപ്പിക്കാം. ജീവിതത്തിന് അർത്ഥമെന്താണ് എന്ന നിങ്ങളുടെ സംശയത്തെ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ അപമാനത്തെ, പ്രത്യാശയില്ലായ്മയെ, അവിശ്വാസത്തെ എല്ലാം കർത്താവിന് സമർപ്പിക്കാം. നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും വ്യക്തികളെയും വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. നാം എല്ലാം കൊണ്ടും സുഭിക്ഷതയും സുരക്ഷിതത്വവും അനുഭവിച്ചിരുന്ന ആ നല്ല കാലത്തെ കർത്താവിന് സമർപ്പിക്കാം. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഓരോന്നായി നമുക്ക് കൈവിട്ടുപോയ അവസ്ഥയുണ്ടായി. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, കുടുംബം ചിതറിക്കപ്പെട്ടു, രോഗങ്ങൾ പിടികൂടി, ചുറ്റിനും അസ്വസ്ഥതകൾ നേരിട്ടു, സന്തോഷവും സമാധാനവും നഷ്ടമായ അവസ്ഥ, അതിൻ്റെ കാരണങ്ങൾ അറിയാൻ കഴിയാത്ത അവസ്ഥ. ഈ ഓരോ അവസ്ഥയെയും ഈ രാത്രി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുക, അപ്പോൾ നീ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്തുന്നവർ ഒരു പുതിയ സൃഷ്ടികളായി മാറുന്നു. ദൈവത്തെ കണ്ടെത്തുന്നവർ അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെയാണ്, എന്നാൽ പ്രശ്നങ്ങളുടെ അവസാനം ദൈവത്തിലാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കർത്താവിലുണ്ട്. കർത്താവിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായി കർത്താവ് ഒരുക്കിയിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ വലിയ പദ്ധതി നിങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരും. അത് ശാശ്വതമായ സമാധാനവും സന്തോഷവും തരുന്നതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. അതിനാൽ ഈ രാത്രിയിൽ ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ, ശാശ്വത സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്ന ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന് ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള താഴ്മയും വിനയത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നിങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് ഈ ലോകത്തിൽ തന്നെ ഒരു വലിയ സാക്ഷ്യമാക്കി തീർക്കും. നിങ്ങളുടെ വേദനയെ ഒരു പുതിയ ലക്ഷ്യമാക്കി മാറ്റും. നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങളുടെ പൈതൃകമാക്കി, നിങ്ങളുടെ അവകാശമാക്കി മാറ്റും. ഇന്ന് രാത്രി കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്രമിക്കുക. അവനിൽ ശരണം വെച്ച് ഈ രാത്രി ഉറങ്ങൂ. നിങ്ങൾക്ക് ഇതുവരെ പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കർത്താവ് ഇതിനകം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രി നീ ഉറങ്ങി എണീക്കേണ്ട താമസം, നിനക്കുള്ള അത്ഭുതം കർത്താവ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഭയം കൂടാതെ സന്തോഷത്തോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുക. കർത്താവ് സകലതും നിനക്കായി കരുതി വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം കാണാൻ ഈ രാത്രിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ, പദ്ധതികളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും,
എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഭാരപ്പെട്ട ഹൃദയത്തോടെ, ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടെ, സങ്കടങ്ങളും പരാതികളും പരാധീനതകളും പരാജയങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ഈ ജീവിതത്തെ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, വിവിധ തരത്തിലുള്ള അവരുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ നീ കാണണമേ. അവരെ അലട്ടുന്ന രോഗപീഠകളെ നീ കാണണമേ. മരുന്നും വൈദ്യചികിത്സയും എല്ലാം കൈവിട്ട് കളഞ്ഞ, ഡോക്ടേഴ്സ് കൈവിട്ട രോഗികളെ, അവരുടെ രോഗാവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിനക്ക് മാത്രമേ അവരെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, കുഷ്ഠരോഗി നിന്നോട് കരഞ്ഞു നിലവിളിച്ച്, കർത്താവേ, നിനക്ക് മനസ്സാകുന്നുവെങ്കിൽ, നീ മനസ്സാകുന്നുവെങ്കിൽ നിനക്കെന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, നീ ഉത്തരം പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാകുക. നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധിയിൽ നിന്നും, ഹൃദയത്തെ കവർന്നെടുക്കുന്ന നിരാശയിൽ നിന്നും, മനസ്സിനെ അലട്ടുന്ന വേദനയിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, നിന്നിൽ അഭയം കൊള്ളുന്ന ഞങ്ങളെ നീ വെറും കൈയോടെ തിരികെ വിടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആദികളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ എല്ലാ ദുഃഖവും സമർപ്പിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ പരീക്ഷയിൽ നല്ലതുപോലെ പഠിക്കാനും എഴുതുവാനും അവർക്ക് കൃപ കൊടുക്കണമേ. ദൈവമേ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് വരുമാന മാർഗം നിലച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അകാരണമായി ഞങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അകാരണമായി ശത്രുത പുലർത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര നന്മ ചെയ്താലും അത് തിന്മയായി മനസ്സിലാക്കി ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നുണകൾ പറഞ്ഞ് ഞങ്ങൾക്കെതിരെ അപമാനം വരുത്തി വയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് അപമാനം വരുത്തിയിട്ടുണ്ടോ, ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തിട്ടുണ്ടോ, എല്ലാവരെയും ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ സഹായം അന്വേഷിച്ച് നിൻ്റെ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ശരണപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, സകല അടിമത്തങ്ങളിൽ നിന്നും നിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ രാത്രിയിൽ ഞങ്ങളെ വിളിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ നീ വിളിച്ചിരിക്കുന്ന ഈ വിളിയിൽ ഞങ്ങൾ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ തകർച്ചകളെയും ഉയർച്ചകളാക്കി മാറ്റുന്ന കർത്താവേ, അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് അർപ്പിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ചാനലിൽ കൂടി ആരൊക്കെ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ആവശ്യങ്ങളെ നീ കണക്കിലെടുത്ത് അവർക്കു വേണ്ടി ഇന്ന് രാത്രിയിൽ നീ പ്രവർത്തിക്കണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ. ഹീലിംഗ് പ്രേയേഴ്സിൽ ആരൊക്കെ പ്രാർത്ഥിച്ചോ അവർ ഒരിക്കലും നിരാശരാകാൻ നീ അനുവദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഇന്നുവരെ നിന്നോട് പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകിയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയിട്ടുണ്ട്.
അതെല്ലാം ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇനി മുതൽ പരാതിയില്ലാതെ, പരിഭവം കൂടാതെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ പദ്ധതിയിൽ വിശ്വാസമർപ്പിച്ച് ആ പദ്ധതിയോട് കൂടെ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിച്ച് കർത്താവ് നൽകിയ സുരക്ഷിതമായ, ശാശ്വതമായ സന്തോഷവും സുരക്ഷിതത്വവുമുള്ള ജീവിതം നുകർന്ന് ഇനി മുതൽ ജീവിക്കുവാൻ ഒരു പുതിയ തുടക്കം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. കർത്താവേ, നിന്നെ അന്വേഷിക്കുകയും നിന്നെ കണ്ടെത്തുകയും ചെയ്യുന്നവർ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്ന, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് നിന്നെ കണ്ടെത്തുവാനുള്ള കൃപ നീ നൽകി. ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ദൈവത്തെ കണ്ടെത്തുമ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയവിശാലതയും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണമേ. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കൈക്കൊള്ളണമേ. ഈ രാത്രിയിൽ ഭയം കൂടാതെ, നിരാശയില്ലാതെ എല്ലാം കർത്താവിൽ സമർപ്പിച്ച് നല്ലൊരു ഉറക്കത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ പ്രാർത്ഥന ഈ രാത്രിയിൽ ആവശ്യമായ എല്ലാവരിലേക്കും നീ ഇതെത്തിച്ചു കൊടുത്ത് അവരെ നീ കാത്ത് സംരക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങളും സൗഖ്യവും ഉണ്ടാകുന്നതിനു വേണ്ടി നിന്റെ പരിശുദ്ധ ശക്തിയാൽ, നിന്റെ മധ്യസ്ഥതയുടെ ശക്തിയാൽ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ വേദനകളെല്ലാം സുഖപ്പെടുത്തി ശരീരത്തിന് സൗഖ്യവും മനസ്സിനും ഹൃദയത്തിനും സന്തോഷവും സൗഖ്യവും നൽകി നല്ലൊരു നാളെ കാണാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന ഈ രാത്രിയിൽ ധാരാളം പേർക്ക് സൗഖ്യം നൽകുന്ന പ്രാർത്ഥനയാണ്. അതിനാൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ പരസ്പരം സഹായിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.